ഗർഭിണികളുടെ മിസ്കാരേജ് എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. മിസ്കാരേജ് എന്നാൽ വൈദ്യശാസ്ത്രപരമായി സ്വയമേവയുള്ള ഗർഭഛിദ്രം എന്നറിയപ്പെടുന്നു. അതായത് ഗർഭാവസ്ഥയുടെ 20 ആഴ്ചക്കുള്ളിൽ സ്വാഭാവികമായി ഗർഭധാരണം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവസാനിക്കുന്ന അവസ്ഥയാണ് മിസ്കാരേജ്. അപ്പോൾ മിസ്കാരേജ് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ആദ്യം ബെനഫിഷ്യറീസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പ്രഗ്നന്റ് വുമന്റെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഗർഭിണികളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ നിന്നും മിസ്കാരേജ് രേഖപ്പെടുത്തേണ്ട ഗർഭിണിയുടെ പേരിന് നേരെയുള്ള 3 കുത്തിൽ തൊടുക. തുടർന്ന് വരുന്ന ലിസ്റ്റിൽ നിന്നും ഏറ്റവും താഴെ കാണുന്ന മിസ്കാരേജ് ഓർ അബോർഷൻ ഓർ സ്റ്റിൽ ബർത്ത് എന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ ഗർഭിണിയുടെ പേര്, വയസ്സ്, പ്രഗ്നൻസി മന്ത് തുടങ്ങിയ വിവരങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള ഗർഭിണിയെ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം ഉറപ്പുവരുത്തുക. തൊട്ടു താഴെയായിട്ട് നമുക്ക് 4 ഓപ്ഷനുകളാണ് കാണാൻ സാധിക്കുക. അതിൽ നിന്നും ഏറ്റവും മുകളിലായിട്ട് കാണുന്ന മിസ്കാരേജ് എന്ന ഓപ്ഷന്റെ വലതുവശത്ത് കാണുന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ബട്ടൺ ഇതേ രീതിയിൽ പച്ച നിറത്തിലായിട്ട് വരുന്നത് കാണാം. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ഡേറ്റ് ഓഫ് മിസ്കാരേജ് എന്ന കോളത്തിൽ മിസ്കാരേജ് ആയിട്ടുള്ള ഒരു ഡേറ്റ് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ടു താഴെയുള്ള സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഒരു കൺഫർമേഷൻ വരും. അതായത് നമ്മൾ ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ഈ ഒരു ഗർഭിണി ബെനിഫിഷ്യറി ലിസ്റ്റിൽ നിന്നും റിമൂവ് ചെയ്യപ്പെടും എന്നതിനെ കുറിച്ചാണ് ഈ ഒരു പേജിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ യെസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കൊരു സക്സസ് സ്ക്രീൻ കാണാൻ സാധിക്കും. തൊട്ടു താഴെയായിട്ട് ഈ ഒരു ഗർഭിണിയുടെ പേര് കാണാൻ സാധിക്കും. അതേപോലെ ഗർഭിണിയെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ നിന്നും റിമൂവ് ചെയ്യപ്പെട്ടതിൻ്റെ വിവരങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. തുടർന്ന് ഏറ്റവും താഴെ കാണുന്ന ഗോ ടു ബെനിഫിഷ്യറി ലിസ്റ്റ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബെനിഫിഷ്യറി രജിസ്റ്റർ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലുള്ള റിഫ്രഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം പ്രഗ്നന്റ് വുമന്റെ രജിസ്റ്റർ ഓപ്പൺ ചെയ്താൽ പിന്നീട് നമുക്ക് ഈ ഒരു ഗർഭിണിയെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ കാണുവാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്.